ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് ദശകം 16 നോക്കുന്നത്. നാരായണാവതാരവും ദക്ഷയാഗവും. വൃത്തം വസന്തതിലകം. ഭാഗവതത്തിൽ ചതുർത്ഥസ്കന്ധം 1-ാം അധ്യായത്തിൽ 47-ാം ശ്ലോകം മുതൽ 7-ാം അധ്യായം അവസാനം വരെ പ്രതിപാദിച്ചിട്ടുള്ളതിൻ്റെ സംക്ഷേപമാണ് ഈ ദശകം. സ്വയംഭുവായ മനുവിൻ്റെ, അതുപോലെ തന്നെ മനുവിൻ്റെ ഭാര്യയായ ശതരൂപയുടെയും വംശപരമ്പരയാണ് നമ്മളിനി ഈ ദശകത്തിൽ പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. ദശകം 16 നാരായണാവതാരവും ദക്ഷയാഗവും. ഇവിടെ നാരായണാവതാരത്തിനുള്ള ഭൂമിക, അതായത് പ്രിഫേസാണ് പറയുന്നത്. ദക്ഷോ വിരിഞ്ച തനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ച തനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. വാക്കുകളൊന്ന് നോക്കാം. അധ വിരിഞ്ച തനയഃ ദക്ഷഃ മനോഹോ തനൂജാം പ്രസൂതിം ലബ്ധ്വാ ഇഹ ഷോഡശകന്യാഃ ആപ ച ധർമ്മേ ത്രയോദശ പിതൃഷു സ്വധാം ഹവിർഭുജി സ്വാഹാം ത്വദംശേ ഗിരിശേ സതീം ച ദദൗ. ഇവിടെ ഭാഗവതത്തിലെ ചതുർത്ഥസ്കന്ധം 1-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയമാണ് ഈ ദശകത്തിലെന്ന് പറഞ്ഞു. ഇവിടെ സ്വയംഭുവായ മനുവിൻ്റെയും ശതരൂപയുടെയും മക്കളാണ് പ്രിയവ്രതൻ, ഉത്താനപാദൻ, ആഹൂതി, ദേവഹൂതി, പ്രസൂതി. അതിൽ ദേവഹൂതിയെ കഴിഞ്ഞ ദശകത്തിൽ, അതായത് 15-ാം ദശകത്തിൽ നമ്മൾ കണ്ടു. 9 പെൺമക്കളും, അതുപോലെ തന്നെ കപില ഭഗവാൻ സ്വയം വന്ന് ദേവഹൂതിയുടെ മകനായിട്ട് ജനിച്ച് അങ്ങനെ 10 മക്കൾ. ഇവിടെ 2 പുത്രന്മാരും 3 പുത്രിമാരുമാണ്, ദേവഹൂതി, ആഹൂതി, പ്രസൂതി. ഇനി 14-ാം ദശകത്തിലും 15-ാം ദശകത്തിലും നമ്മൾ ദേവഹൂതിയെ പറ്റി പറഞ്ഞു. ഇതിൽ കർദമൻ്റെ 9 പുത്രിമാരിൽ മരീചി തുടങ്ങിയ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർക്ക് അവരെ ഓരോരുത്തരെയായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. ഭഗവാൻ തന്നെ പുത്രനായി ജനിച്ച് അമ്മയാ ദേവഹൂതിക്ക് ഉപദേശം കൊടുത്ത് ജ്ഞാനവും അതുവഴി ഭക്തിയും ഉണ്ടായിട്ട് പിന്നീട് മോക്ഷത്തെയും പ്രദാനം ചെയ്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ, അതായത് 15-ാം ദശകത്തിൽ കണ്ടത്. ഇനി പ്രസൂതിയുടെ കാര്യമാണ് ഈ 16-ാം ദശകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അധ ദക്ഷോ വിരിഞ്ച തനയോധ മനോസ്തനൂജാം. ബ്രഹ്മാവിൻ്റെ വിരിഞ്ചൻ ബ്രഹ്മാവാണെന്നറിയില്ലോ. വിരിഞ്ച തനയഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷഃ, ആ ദക്ഷ പ്രജാപതി, മനോഹോ തനൂജാം പ്രസൂതിം, സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്ത്, ഇവിടെ ദക്ഷ പ്രജാപതിക്കാണ് വിവാഹം ചെയ്ത് കൊടുക്കുന്നത്. ദക്ഷ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ബ്രഹ്മാവിൻ്റെ സ്വയം തൻ്റെ ശരീരം 2ആയിട്ട് ഭാഗിച്ച് ഒരു ഭാഗം മനു എന്ന പുരുഷപ്രജയെയും അടുത്ത ഭാഗം ശതരൂപ എന്ന സ്ത്രീ പ്രജയായിട്ടും വിഭജിച്ചിട്ടാണ് ആ വംശപരമ്പര പിന്നീട് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. ഇനി ദക്ഷ പ്രജാപതി മനോഹോ തനൂജാം പ്രസൂതിം, ആ സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ
വിവാഹം ചെയ്തിട്ട് ലബ്ധ്വ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട് ആ പ്രസൂതിമിഹ ഷോഡശ ജാപകന്യാഹ ആ വിവാഹം കഴിച്ച് അതിൽ ഒന്നും രണ്ടുമല്ല ഷോഡശ കന്യകൾ ച ആപ ച കന്യാഹ കന്യകമാർ ഷോഡശ കന്യകമാർ അതായത് 16 കന്യകമാരാണ് ഉണ്ടായത് 16 പുത്രിമാർ ഷോഡശം 16 അങ്ങനെ ലബ്ധ്വ ലഭിക്കുകയും ചെയ്തു. അതിൽ ആ 16 കന്യകമാരിൽ ധർമ്മേ ത്രയോദശ ധർമ്മേ എന്ന് പറഞ്ഞാൽ ഇവിടെ ധർമ്മദേവന് ത്രയോദശം 13 13 കന്യകമാരെ കൊടുത്തു. പിതൃഷു സ്വധാം ച പിതൃഷു അതായത് പിതൃക്കൾക്ക് സ്വധയെയും സ്വാഹാം ഹവിർഭുജി ഹവിസ് ഭുജിക്കുന്നവനാണ് അതാണ് അഗ്നിദേവന് സ്വാഹയെയും കൊടുത്തു. ആ സ്വാഹ എന്ന് നമുക്ക് ഹോമമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലേ. ആ സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവപോഷിണി എന്നാണ് വാക്കിനർത്ഥം. സ്വധ എന്ന് പറഞ്ഞാൽ പിതൃപോഷിണി എന്നും. ഈ ധർമ്മദേവന് ത്രയോദശ കന്യകമാർ കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ഷോഡശ കന്യകമാരുടെയും ആ പേര് വളരെ രസകരമാണ്. അത് പറയാം, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഇനി അടുത്തത് സതിം ഗിരിശേ ത്വദംശേ ത്വദ് അംശേ ആ ഭഗവാന്റെ തന്നെ അംശമായ ഗിരീശൻ നമുക്കറിയാം മഹാദേവനാണ്. ആ മഹാദേവന് കൊടുത്തു സതിയെ. ദദൗ അങ്ങയുടെ തന്നെ അംശമായ നിന്തിരുവടിയുടെ തന്നെ അംശമായ ആ ശിവഭഗവാന് സതിയെയും കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷോഡശ കന്യകമാരെ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഷോഡശ കന്യകമാരുടെ പേര് ഇങ്ങനെ ഭംഗിയ പുനരവൾ പെറ്റധ സാമ്പ്രതം ഷോഡശ കന്യകമാരുളരായതിൽ വാടാതെ കണ്ടു 13 പേരെയും ധർമ്മരാജനു കൊടുത്താൻ അതിശയ സമ്മാനമാർഗേണ ദക്ഷ പ്രജാധിപൻ ശ്രദ്ധാപി മൈത്രി ദയാ ശാന്തി തുഷ്ടിയും മുഗ്ധാംഗി പുഷ്ടിക്രിയോന്നതി ബുദ്ധിയും മേധ തിതിക്ഷയും ഹ്രീമൂർത്തി എന്നിവർക്കാതിക്രമാദഭിധാനങ്ങളായതിൽ ശ്രദ്ധ പെറ്റുള്ളൂ ശുഭൻ പ്രസാദൻ മൈത്രീ പുത്രനഭയൻ ദയാത്മജൻ ശാന്തിജൻ. ഇതിൽ മൈത്രി പ്രസവിച്ചുണ്ടായ മക്കളുടെ കാര്യം വരെ ഞാൻ പറഞ്ഞു. ഇതിൽ ഈ 16 കന്യകമാരുടെയും പേര് പറഞ്ഞു. അതിൽ 13 പേരെ ആണ് ആ 16 പേരിൽ 13 പേരെയും ധർമ്മദേവനാണ് കല്യാണം കഴിച്ചത്, അതായത് വിവാഹം ചെയ്തു കൊടുത്തത്. അത് നമുക്ക് നോക്കാം. 13 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കന്യകയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയില്ലേ ശ്രദ്ധയും ഭക്തിയും ഒക്കെ ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ ആൾ മൈത്രി എല്ലാവർക്കും അറിയാമല്ലേ. ഇനി മൂന്നാമത്തെ ആൾ ദയയാണ്. നമ്മൾ പറയും ശത്രുക്കളോട് പോലും ദയ കാണിക്കണമെന്ന് പറയില്ലേ, ആ ഒരു കമ്പാഷനെയാണ് ദയ എന്ന് വിളിക്കുന്നത്. അടുത്തത് ശാന്തി, കാംനെസ്, ക്വയറ്റ്, സമാധാനം. അതല്ലേ ശാന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടണം. ഇനി ആ തൃഷ്ണ ഇല്ലാത്ത അവസ്ഥയാണ് ശാന്തി. ഇനി അഞ്ചാമത്തെ മകളുടെ പേരാണ് തുഷ്ടി. തുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമല്ലേ, സന്തുഷ്ടി, സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ എന്നൊക്കെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ സംതൃപ്തി ഉണ്ടാകുന്ന അവസ്ഥ. ഇനി അടുത്തത് പുഷ്ടിയാണ്, ആറാമത്തെ ആൾ. പുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷിപ്പിക്കുക. ഈ വെൽ നറിഷ്ഡ് കണ്ടീഷനെയാണ് പ്ലംപ്നെസ്, ഗ്രോത്ത്, ഇതിനെയൊക്കെ നമ്മൾ പുഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. കിട്ടിയതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് പോഷിപ്പിക്കും. ഇനി അടുത്തത് ക്രിയയാണ്. ക്രിയ ഏഴാമത്തെ ആൾ. ക്രിയ കർമ്മമാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലേ. നമ്മളെപ്പോഴും എന്ത് കർമ്മമായാലും നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു ഫലയച്ഛ കൂടാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, മിശ്രകർമ്മങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. ഇനി എട്ടാമത്തെ മകളാണ് ഉന്നതി. ആ ഉന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യത്തിലും ഉന്നതി ഉണ്ടാകണം ഇല്ലേ. കർമ്മം കൊണ്ടുണ്ടാകണം, ധനം കൊണ്ടുണ്ടാകണം, അതുപോലെ മറ്റുള്ള എല്ലാ ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറയില്ലേ നമ്മൾ. അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നതും. ഇനി അടുത്തത് ഒമ്പതാമത്തെ ആൾ ബുദ്ധിയാണ്. ആ തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകണം. നമ്മൾ കേൾക്കുന്നതൊക്കെ മനസ്സിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, നമ്മുടെ ചിത്തത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകണം അനുഭവിക്കാൻ. ആ ബുദ്ധി ഇല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റുമോ? ബുദ്ധി ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ചിലപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റും കാണാറില്ലേ ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരെ.
അപ്പോൾ നമുക്ക് ബുദ്ധി ഉണ്ടാകണം. ഇതിനെല്ലാം ഭഗവാന്റെ അനുഗ്രഹവും വേണം. അനുഗ്രഹം മാത്രമാണ് വേണ്ടത്. ആ ചഞ്ചലമായ മനസ്സിൽ നിശ്ചയമുള്ള ബുദ്ധിയാകണം. ബുദ്ധി കൊണ്ട് നമ്മൾ പ്രയത്നിക്കണം. അതാണ്. ഇനി അടുത്ത 10ാമത്തെ ആൾ മേധയാണ്. ആ മേധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുദ്ധി കൊണ്ടൊക്കെ നമ്മൾ പ്രയത്നിച്ച് നമുക്ക് കിട്ടുന്നതിനെയൊക്കെ നമ്മൾ അനുഭവിച്ചതിന് അതിന് മറക്കാതിരിക്കണം. അതിനെയാണ് മേധ എന്ന് പറയാൻ. ഈ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിനെ മറക്കാൻ പറ്റുമോ? മറക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കണ്ടേ? ആ കഥകളിലൂടെ നാരായണ യാതൊന്ന് കേൾപ്പതതു നാരായണ ശ്രുതികൾ ഇങ്ങനെ ആ കേൾക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കണ്ടേ? പിന്നെ നമ്മൾ കപില ഭഗവാന്റെ ഇതിൽ തന്നെ പറഞ്ഞു, ഏത് രൂപത്തിൽ നമ്മൾ ഭഗവാനെ ധ്യാനിക്കുന്നുവോ ആ ധ്യാനിക്കുന്ന രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ നമ്മൾ ആ രൂപത്തിന് മുമ്പിൽ നമ്മൾ അത് മറക്കാതെ ആ രൂപത്തിനെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണ്ടേ? അങ്ങനെ അതാണ് 10ാമത്തെ കുട്ടി മേധ. ഇനി 11ാമത്തെയാണ് തിതിക്ഷ. എന്തും സഹിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം, ശക്തി ഉണ്ടാകണം. നമ്മളെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ പോലും, നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവരാണെങ്കിൽ പോലും നമ്മൾ അവരോട് ക്ഷമിക്കണം. അതാണ് തിതിക്ഷ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 12ാമത്തെ ആൾ ഹ്രീതി. ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ് അർത്ഥം. ഷെയിം, മോഡസ്റ്റി. ഹ്രീ എന്നുള്ള വാക്കിനർത്ഥവും ഹ്രീതി, ലജ്ജ എന്നാണ്. അതായത് ഇവിടെ നാണം മാത്രമല്ല ഉദ്ദേശിക്കുന്ന മോഡസ്റ്റി, വിനയം. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അരുതാത്ത പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് ദൈവഭയമുള്ളവർ അങ്ങനെ ചെയ്യുകയില്ല. നമ്മൾ പറയില്ലേ ദൈവഭയം ഇല്ല എന്ന് പറയില്ലേ ചിലരെ കാണുമ്പോൾ? ദൈവഭയമുള്ളവർ ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് ഭാഗവതത്തിൽ തന്നെ ഉണ്ട്. ആദ്യം തന്നെ പറയുന്നുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവും മഹർഷിയുടെ കഴുത്തിൽ ആ പാമ്പിനെ എടുത്തിട്ടതും മഹർഷി ധ്യാനത്തിലിരുന്നത് കൊണ്ടാണ് മഹാരാജാവിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോയത്. പക്ഷെ അത് മനസ്സിലാകാതെ നിന്ദിക്കുകയാണെന്ന് വിചാരിച്ചാണ് പാമ്പിനെ എടുത്തിടുന്നതൊക്കെ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ശപിക്കുക തന്നെ ചെയ്തു. 7 നാൾക്കകം തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ തോന്നൽ, ആ പശ്ചാത്താപം തോന്നുക, അതിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഹ്രീതി എന്ന്. അപ്പോൾ നമുക്ക് ദൈവഭയം ഉണ്ടാകണം. ആ ഒരു കുറ്റം ചെയ്തു എന്ന തോന്നലുണ്ടാകണം. അതിനെ തിരുത്താനുള്ള മനസ്സുണ്ടാകണം. കുറ്റം ചെയ്യാത്തവരാരും കാണില്ല അല്ലേ? കുറ്റം ചെയ്തു എന്ന് തോന്നലുണ്ടായാലല്ലേ നമുക്ക് പശ്ചാത്തപിക്കണം എന്ന് തോന്നുള്ളൂ. അതിനെയാണ് ഹ്രീതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 13ാമത്തെ ആളാണ് മൂർത്തി. ഈ മൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മൂർത്തി എന്ന് പറഞ്ഞാൽ ബിംബമാണ്. ബിംബം എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ് ഈ മൂർത്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്റ്റാച്യു, ഇഡോൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ, പേഴ്സോണിഫിക്കേഷൻ, ഇതിനെയൊക്കെയാണ് നമ്മൾ മൂർത്തി എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ 13 പേരെയും ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ഇനി അടുത്ത 14ാമത്തെ ആളെ, അതായത് സ്വധ എന്ന കുട്ടിയെ പിതൃക്കൾക്കും, സ്വാഹ ഹവിർഭുജി, അതായത് ഹവിസ് ഭുജിക്കുന്ന അഗ്നിദേവനും, സതിം, ആ സതി എന്ന 16ാമത്തെ കുട്ടിയെ സ്വാഹാം ഹവിർഭുജി സതീം ഗിരീശേ ത്വദംശേ ഗിരീശന് ഭഗവാനും മഹേശ്വരനും കൊടുത്തു. അതാണ് ഈ 1ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദക്ഷോ വിരിഞ്ച തനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. നമുക്ക് 16ാം ദശകത്തിലെ 1ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 2ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്മ നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.